സമീപ വർഷങ്ങളിൽ ബഹിരാകാശ പരിവേഷണത്തിൽ ചൈന അതിവേഗ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. രാജ്യം അതിന്റെ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, ബഹിരാകാശ പദ്ധതികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങളുമായി മത്സരിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിഭവങ്ങൾക്കും ദേശീയസുരക്ഷാ നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ ശ്രമങ്ങളെ നയിക്കുന്നത്. ചാന്ദ്ര ഗവേഷണത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് ചൈന. ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്ന് ഐസ് പാളികൾ കണ്ടെത്താൻ പറക്കും റോബോട്ടിനെ അയക്കാനൊരുങ്ങുകയാണ് ചൈന എന്ന് രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ചൈനയുടെ 2026 ചാങ്ങി 7 ചാന്ദ്രദൌത്യത്തിന്റെ ഭാഗമായും ഈ റോബോട്ടിന്റെ യാത്ര. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇരുണ്ട ഗർത്തങ്ങളിൽ ഐസ് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. അടുത്ത വർഷം ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്ന് തണുത്തുറഞ്ഞ ജലം കണ്ടെത്താൻ ചൈനയുടെ പറക്കും റോബോട്ട് യാത്ര തിരിക്കും. ചൈനയുടെ ബഹിരാകാശ പദ്ധതികളിലെ പ്രധാന ദൌത്യങ്ങളിലൊന്നാണിത്. ചൈനയുടെ ചാങ്ങി ദൌത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് റോബോട്ട് ഇറങ്ങുക. 5 വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ ആളുകളെ ഇറക്കാനും രാജ്യം പദ്ധതിയിടുന്നതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹിരാകാശ രംഗത്ത് അമേരിക്കയ്ക്ക് ശക്തമായ മത്സരം നൽകാൻ ലക്ഷ്യമിട്ട വമ്പൻ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ചൈന. 2030 ചന്ദ്രനിൽ ആളെ ഇറക്കുകയാണ് ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ചന്ദ്രനിൽ ജലം കണ്ടെത്തുക പുതിയ സംഭവമല്ല. കഴിഞ്ഞ വർഷത്തെ ചാങ്ങി 5 ദൌത്യം ശേഖരിച്ച ചന്ദ്രനിലെ മണ്ണ് സാമ്പിളുകളിൽ ജലസാന്നിധ്യം ചൈനീസ് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യമുണ്ടെന്ന് നാസയും ISROയും ഇതിനകം സൂചനകൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്നാൽ ചന്ദ്രന്റെ വിദൂരവശത്തുള്ള ഗർത്തങ്ങളിൽ തണുത്തുറഞ്ഞ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഭാവി ബഹിരാകാശ യാത്രികരുടെ ജലസ്രോതസ്സായി മാറുമെന്ന കണക്കുകൂട്ടലാണ് ചൈന വിശദ പഠനത്തിനായി പറക്കും റോബോട്ടിനെ അങ്ങോട്ടയക്കാൻ തയ്യാറെടുക്കുന്നത്. എന്നിരുന്നാലും ചന്ദ്രന്റെ മറുവശത്ത് സ്ഥിരമായി നിഴൽ വീണ ഗർത്തങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഐസ് ആയിരിക്കാം ഏറ്റവും ഉപയോഗപ്രദമെന്ന് ചില വിദഗ്ധർ വാദിക്കുന്നു. കാരണം അത്തരം നിക്ഷേപങ്ങൾക്ക് കുടിവെള്ളവും ഇന്ധനവും പോലും നൽകാൻ കഴിയും. ഇത് ദൌത്യ ചെലവ് ഗണ്യമായി കുറയ്ക്കും. തൽഫലമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഭാവിയിൽ ഒരു ഗവേഷണ കേന്ദ്രത്തിനായി തയ്യാറെടുക്കുന്നതിൽ ചൈനയുടെ ചാങ്ങി 7 ദൌത്യം ഒരു പ്രധാന പങ്ക് വഹിക്കും. മാത്രമല്ല, ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ സ്വന്തം ബേസ് ക്യാമ്പ് സ്ഥാപിക്കാനുള്ള ചൈനീസ് പദ്ധതികളുടെ ഭാഗമായി കൂടിയാണ് ജലപരിവേഷണം. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ജലം കണ്ടെത്താനായാൽ അവിടെ ഒരു നാൾ മനുഷ്യവാസം സാധ്യമാകുമെന്ന് ചൈനീസ് ഗവേഷകർ കണക്കുകൂട്ടുന്നു. ഈ ജലം ചാന്ദ്ര പരിവേഷണങ്ങളുടെ ചിലവ് കുറയ്ക്കാൻ സഹായകമാവുകയും ചെയ്യും. കൂടാതെ അന്യഗ്രഹ ജീവനെക്കുറിച്ചുള്ള പഠനത്തിന് സഹായമാവുകയും ചെയ്യുന്ന ദൌത്യമാകും ചന്ദ്രനിലെ ചൈനയുടെ ജലമിഷൻ. 2026 ചാങ്ങി 7 ദൌത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ പഠനമായി മാറും. ഓർബിറ്റർ, ഒരു ലാൻഡർ, ഒരു റോവർ എന്നിവയ്ക്ക് പുറമെയാണ് പറക്കും റോബോട്ടും ചൈനയുടെ ചാങ്ങി 7 ദൌത്യത്തിൽ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്നത്. മനുഷ്യനെ പോലെ പേടകത്തിൽ നിന്ന് കാലുകൾ മടക്കി ചാടിയിറങ്ങുന്ന രീതിയിലുള്ള റോബോട്ടാണ് ചൈന ഇതിനായി തയ്യാറാക്കുന്നത്. എന്നാൽ അതിശൈത്യമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തങ്ങളെ ദീർഘനാൾ അതിജീവിക്കുക റോബോട്ടിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.